നമ്മൾ കോഴിക്കോട് പോയതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ യോജിപ്പിക്കുന്നു ഈ എപ്പിസോഡിൽ. മലബാറിൻ്റെ തേക്കടി എന്നും മലബാറിൻ്റെ ഊട്ടി എന്നും അറിയപ്പെടുന്ന കോഴിക്കോട്ടിലെ കക്കയം എന്ന ഭാഗത്തുള്ള സ്കോട്ട്ലൈൻ പോലത്തെ ഒരു ലാൻഡ്സ്കേപ്പ്, അതാണ് ഈ കരിയത്തും പാറ. എത്ര കാലമായി ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്? 2 മാസം ആവുന്നേ ഉള്ളൂ. ഡെവലപ്പൊന്നും ഇല്ലാതെ ടിക്കറ്റ് ആക്കിയതാണ്. ഇവരപ്പോൾ ടൈം കഴിഞ്ഞാൽ പിന്നെ ആരും അതിൻ്റെ ഉള്ളിൽ കടത്തില്ല അല്ലേ? 6 മണിയാകുമ്പോൾ 6-6:15 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അതിന് മുമ്പ് അങ്ങനെ കുഴപ്പമുണ്ടായില്ല? ഇതിനൊന്നുമില്ല. ഇഷ്ടമുള്ളപ്പോൾ പോകണല്ലാതെ ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു. ഈ ഭാഗത്ത് സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ പേര് എന്ന ടൊവിനോയുടെ സിനിമയും ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കക്കയം ഡാം തുറക്കുന്ന സമയത്ത് ഇവിടെ വെള്ളം കൂടുതലാണ് ഉണ്ടാവുക. ഡാം കാണാൻ പോകുമ്പോൾ ഈ വഴിയിലൂടെയാണ് പോകുക. ഇപ്പോൾ ഇവിടെ വികസനങ്ങളില്ലാതെ ടിക്കറ്റ് ഏർപ്പെടുത്തി എന്നുള്ളൊരു നെഗറ്റീവ് ഉണ്ടെങ്കിലും വന്നു കാണാൻ പറ്റിയ ഒരു ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷനാണ് ഈ കരിയത്തും പാറ. മഴക്കാലത്ത് വരുമ്പോൾ ഈ സ്ഥലം ഇനിയും ഭംഗി കൂടും. നിങ്ങളൊന്നും മനസ്സിലോർത്ത് നോക്കൂ, മഞ്ഞു മൂടിയ സമയത്തൊക്കെ ഈ സ്ഥലം. അങ്ങനെ ഇമേജിൻ ചെയ്യാൻ പറ്റാത്തവർ ഒന്ന് ഗൂഗിളിൽ കയറി തോണിക്കടവ് എന്നോ കരിയത്തും പാറ എന്നോ ടൈപ്പ് ചെയ്ത് നോക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ദീപ് VN എന്ന യൂട്യൂബ് ചാനലാണ്. അതിലെ വീഡിയോ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി കണ്ടന്റുള്ള ഒരു ചാനലാണ്. വ്യൂസ് കുറവാണെങ്കിലും അതിലെ വീഡിയോസ് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. സ്ഥലം അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ഒരു റയറായിട്ടുള്ളൊരു ജമ്മ് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഇഷ്ടപ്പെട്ടു, പക്ഷെ ഭയങ്കര വെയില. നമ്മൾ വന്നത് ഒരു നൂൺ ടൈമായി. നമ്മളൊരു 11 മണിക്കൊക്കെയാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ടൈമിൽ വരുമ്പോൾ ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീനറി കാണാൻ നല്ല സൂപ്പറാണ്. ഒരു വേറെ ഏതൊരു സ്ഥലം പോലെ അല്ലേ, ഒരു സ്ട്രീമൊക്കെ ആയിട്ട് ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. കുതിര സവാരിയും ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിനും ഫാമിലി യാത്രകൾക്കുമൊക്കെ സ്യൂട്ടായ ഈ ലൊക്കേഷൻ നിങ്ങളും ഒരു തവണ വന്ന് കണ്ടു നോക്കുക. മറ്റൊരു സമയത്ത് ഇവിടെ വീണ്ടും വിസിറ്റ് ചെയ്ത് അതും കൂടെ ചേർത്ത് ചെയ്യാനിരുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത്. പക്ഷേ വർഷങ്ങൾ പിന്നിട്ടിട്ടും പോകാൻ പറ്റാത്തത് കൊണ്ട് ഇന്നിപ്പോൾ ഈ വീഡിയോ മാത്രമായി ഇവിടെ ഇടുന്നു. മറ്റൊരു പ്രാവശ്യം പോകുമ്പോൾ കംപ്ലീറ്റായി വീഡിയോ ഇടുന്നതായിരിക്കും. പച്ചപ്പുല്ലും മരങ്ങളും അരുവികളും കുന്നുമൊക്കെയായി ഒരു സ്കോട്ട്ലാൻഡ് എത്തിയ ഫീലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുക. നമ്മളപ്പോൾ സൈൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഇപ്പോൾ കരിയത്തും പാറയിലാണ് നമ്മളുള്ളത്. അത് കോഴിക്കോടിൽ പെടുന്നതാണ്. ഞങ്ങൾ ബാലുശ്ശേരിയിൽ നിന്ന് ഈ റൂട്ട് വന്നു. കക്കയം ഡാമിൻ്റെ അടുത്താണ് ഇത്. ശരിക്കും നിങ്ങൾ വരികയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒരു പുലർച്ചെ ടൈമിൽ, ഒരു മോർണിംഗ് ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല കോടയായിരിക്കും ഇവിടെ. ശരിക്കും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കോഴിക്കോടിന് ഊട്ടി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്.
ഞാൻ പണ്ട് ഇതേപോലെ ഒരു FB പോസ്റ്റിൽ കക്കയം ഡാം എന്ന് പറഞ്ഞിട്ട് ഈ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കക്കയം ഡാം ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ ലൊക്കേഷൻ എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ കക്കയം ഡാം മാത്രം കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ സ്പോട്ട് കണ്ടുപിടിച്ച് ഇവിടെ എത്തി. ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കൊരു പിക്നിക് സ്പോട്ടാണിത്. അപ്പോൾ ഇങ്ങനൊരു സ്പോട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ തിരിക്കില്ല. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ പുതിയ കാഴ്ചകളായിട്ട്, പുതിയ സ്ഥലങ്ങളായിട്ട്, പുതിയ വിവരങ്ങളായിട്ട് നമുക്ക് കാണാം. അതുവരെയും ബൈ.